വേനലവധിയിലെ കളികൾക്ക് വിട പറഞ്ഞ കുട്ടിക്കൂട്ടങ്ങൾ സ്കൂളുകളിൽ. 2 മാസത്തെ കളിച്ചിരികൾക്കും കുസൃതികൾക്കും അവധി നൽകി പുത്തനെടുപ്പും ബാഗുമൊക്കെയായി കുഞ്ഞുങ്ങൾ വിദ്യാലയങ്ങളിലേക്കെത്തി. മഴ മാറി നിന്ന തെളിവാർന്ന അന്തരീക്ഷത്തിലായിരുന്നു പ്രവേശനോത്സവങ്ങൾ. രക്ഷകർത്താക്കളുടെ കൈപിടിച്ചാണ് പുതിയ കൂട്ടുകാരെയും പുത്തൻ സ്കൂൾ അനുഭവങ്ങളെയും തേടി കുരുന്നുകൾ ക്ലാസ് മുറികളിൽ എത്തിയത്. കുരുന്നുകളെ സ്വീകരിക്കാൻ അധ്യാപകരും PTA ഭാരവാഹികളും ചേർന്ന് സ്കൂളുകളെ സുന്ദരമാക്കിയിരുന്നു. ബലൂണുകൾ കെട്ടിത്തൂക്കിയും പൂക്കൾ കൊണ്ട് അലങ്കരിച്ചും കുരുന്നുകളുടെ മനസ്സ് നിറച്ചു. മുതിർന്ന കുട്ടികളും അധ്യാപകരും ചേർന്ന് പൂക്കളും മിഠായികളും നൽകി കുഞ്ഞുങ്ങളെ സന്തോഷപൂർവ്വം വരവേറ്റു. പൊൻകുന്നം SHUP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം വർണ്ണാഭമായി. നവാഗതർ അക്ഷരദീപം തെളിയിച്ചു. സ്കൂൾ മാനേജർ ഫാദർ തോമസ് പൂവത്താനിക്കുന്നേൽ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പുതുയുഗത്തിന്റെ മാസ്മരികമായ കാഴ്ചപ്പാടുകളും പുതിയ കണ്ടുപിടുത്തങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മെ ഒരുപക്ഷെ അത്ഭുതങ്ങൾ ജനിപ്പിച്ചേക്കാം. എന്നാൽ ഈ അത്ഭുതം എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക നിമിഷത്തിൽ സാധാരണ അല്ലാത്ത ഒരു കാര്യത്തെയാണ് അത്ഭുതം എന്ന് പറയുന്നത്. അതൊരു അത്ഭുതമായിരുന്നു പറഞ്ഞാൽ അത് വളരെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വെച്ച സമയത്ത് അസംഭവ്യമായി നമുക്ക് തോന്നുന്നതൊക്കെ നടക്കുന്നതാണ് അത്ഭുതം. അതുകൊണ്ട് തന്നെ ഈ അത്ഭുതങ്ങൾ പിന്നാലെ പോയി നമുക്ക് ജീവിക്കുവാൻ കഴിയില്ല. സാധാരണ ജീവിത സാഹചര്യങ്ങൾക്കനുസൃതം ജീവിക്കുവാനും അവിടെ പടപൊരുതി മുന്നോട്ട് പോകുവാനുമുള്ള പരിശീലനമാണ് വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് നേടിയെടുക്കേണ്ടത്. ചെറുക്കട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോളിക്കുട്ടി തോമസ്, ഹെഡ് മാസ്റ്റർ ഇമ്മാനുവൽ മാത്യു, PTA പ്രസിഡന്റ് നിഷാദ് P. സലീം, സിസ്റ്റർ ടിൻസി തുടങ്ങിയവർ പങ്കെടുത്തു. കൂടാതെ LSS വിജയെ ചടങ്ങിൽ അനുമോദിച്ചു. ഏർത്തുവടകര UP സ്കൂളിൽ കുരുന്നുകളെ ഗിഫ്റ്റും മധുരവും നൽകിയാണ് സ്വീകരിച്ചത്. വെള്ളാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ചെറുജ മോഹൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രാജേഷ് KR അധ്യക്ഷനായി. സ്കൂൾ ഹെഡ് മാസ്റ്റർ മാർട്ടിൻ C. ജോസഫ്, വാർഡ് മെമ്പർ രമ്യ MR, പഞ്ചായത്ത് അംഗം സന്ധ്യ റിജി, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി മധുകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.